നമുക്ക് ചക്ക ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിപ്പം ഒരു 10 ചോളം ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമൊക്കെ നല്ലോണം മധുരമുണ്ട്. തൊലിയെല്ലാം കളഞ്ഞിട്ട് വെച്ചേക്കും. പിന്നെ ഇതിനകത്തോട്ട് മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി ഒരു ചെറിയൊരു പീസ് ശർക്കരയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് വെന്ത് വരട്ടെ. എന്തൊന്നും ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ചെറുതീയിലിട്ട് ശർക്കരയൊന്ന് മെൽറ്റായി ഇതുമായിട്ടൊന്ന് മിക്സായി വരണം. ചക്ക വേവിച്ച് നമ്മൾ തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കേക്കിൻ്റെ ഇതുപോലെ ഒന്ന് നല്ല പീക്കാകിട്ടൊന്നും ഇങ്ങനെ നിൽക്കുകയൊന്നും വേണ്ട. ഒന്ന് അടിച്ചെടുത്ത ശേഷം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നമ്മൾ ഈ ഒരു പരുവത്തിന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ. അളവൊന്നും ഞാൻ പറയുന്നത് ഒരു അരക്കപ്പ് വെള്ളവും കാണും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ജാക്ക് ഫ്രൂട്ട് അടിച്ചത്, അതായത് ചക്ക അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെച്ചത്. നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാവേ. സ്കൂപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു തവി വെച്ചാണ്. നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പം ചക്കയുടെയൊക്കെ സീസണല്ലേ. ഇപ്പം ഇതുപോലെ ചക്ക ഐസ്ക്രീം ഒരു വിപ്പിംഗ് ക്രീം ചെറുത് വാങ്ങിച്ചാൽ മതി. അത് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമ്മൾ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് എന്നല്ല ടെക്സ്ചറൊക്കെ വരുന്നത് കേട്ടോ. മറ്റല്ലാതെ ഗോതമ്പ് പൊടി വെച്ച് അങ്ങനെയൊക്കെ കുറുക്കിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല കാണാനും നല്ല ഇതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചക്ക ഐസ്ക്രീം.